أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستفتهم أهم أشد خلقا أم من خلقنا إنا خلقناهم من طين لازب بل عجبت ويسخرون وإذا ذكروا لا يذكرون وإذا رأوا آية يستسخرون وقالوا إن هذا إلا سحر مبين أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون أو آباؤنا الأولون قل نعم وأنتم داخرون. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1540 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ യാസീൻ, സാഫാത്ത് എന്നീ സൂറത്തുകളുടെ പഠനത്തെ തുടർന്നുള്ള ശ്രോതാക്കളുടെ ചോദ്യങ്ങളോടുള്ള പ്രതികരണമാണിന്ന്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فاستفتهم أهم أشد خلقا أم من خلقنا إنا خلقناهم من طين لازب بل عجبت ويسخرون وإذا ذكروا لا يذكرون وإذا رأوا آية يستسخرون وقالوا إن هذا إلا سحر مبين أإذا متنا وكنا ترابا وعظاما أإنا لمبعوثون أو آباؤنا الأولون قل نعم وأنتم داخرون فإن صدق الله العلي العظيم. സൂറത്ത് സ്വാഫാത്തിലെ 11 മുതൽ 18 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായി സൂറത്ത് സ്വാഫാത്തിലെ തുടക്കം മുതലുള്ള ആയത്തുകൾ 18ാമത്തെ ആയത്ത് വരെ നമ്മൾ പഠന വിധേയമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടുള്ള ആയത്തുകൾ ചർച്ച ചെയ്യുന്നതിന് പകരം നേരത്തെ സൂറത്ത് യാസീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നയിക്കപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട്. അത് നമ്മൾ അതിനു വേണ്ടി ചർച്ചയ്ക്ക് നീക്കിവെച്ച ആ ദിവസം പിന്നിട്ടതിന് ശേഷം അയച്ച ചോദ്യങ്ങളാണ്. അത് ഒരുപാട് നീട്ടിക്കൊണ്ടുപോകണ്ട എന്ന നിലക്ക് അതും അതിനെ തുടർന്ന് സൂറത്ത് സ്വാഫാത്തിന്റെ പഠനം ആരംഭിച്ച ഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ട ചില ചോദ്യങ്ങൾ, ഈ ചോദ്യങ്ങളും പരിഗണിക്കാം ഇന്ന് എന്നാണ് വിചാരിക്കുന്നത്. 6-7 ചോദ്യങ്ങളാണുള്ളത്. ഇന്നത്തെ ഒരു സെഷൻ കൊണ്ട് നമുക്കത് പൂർത്തിയാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതില് പെട്ടെന്ന് വായിച്ചു പോകാവുന്ന ചിലതുണ്ട്, കുറച്ച് വിശദമായിട്ട് പറയേണ്ടി വരുന്ന ചില ചോദ്യങ്ങളും ഉണ്ട്. ഇതിലൊന്നാമത്തത് ഖുർആനിൽ അത് ഒരു പ്രതികരണം എന്നുള്ള നിലക്ക് കുറിച്ചിട്ടതാണ്. ഖുർആനിലും ഒരുപാട് കാര്യങ്ങൾ ആവർത്തിച്ചു വരുന്നുണ്ടല്ലോ, അതുകൊണ്ടല്ലേ അത്തരം വിഷയങ്ങളിൽ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്നത് എന്നതാണ്. ഈ ഇതേ പ്രതികരണം തന്നെ ഇദ്ദേഹം പലതവണ നമ്മുടെ വേദികളിൽ നടത്തിയിട്ടുള്ളതാണ്. ഒരേ ചോദ്യം ആവർത്തിച്ച് ഉന്നയിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അതിനോട് പ്രതികരിച്ചുകൊണ്ട് ഒരു തർക്ക സ്വഭാവത്തിലുള്ള ഒരു പ്രതികരണം കുറിച്ചിട്ടെന്നേ ഉള്ളൂ. ഖുർആനിൽ ചോദ്യങ്ങൾ ആവർത്തിച്ച് അല്ലെങ്കിൽ വിഷയങ്ങൾ ആവർത്തിച്ച് വരുന്നതിന്റെ ഒരു കാരണമുണ്ട്.
അത് ഖുർആൻ മനുഷ്യനുള്ള തദ്കിറത്താണ്, ഓർമ്മപ്പെടുത്തലാണ്, ഉത്ബോധനമാണ്. മനുഷ്യൻ പലപ്പോഴും പല കാര്യങ്ങളിലും വിസ്മൃതിയിലായി പോകും. പല സംഗതികളും അവര് ആക്റ്റീവ് മെമ്മറിയിൽ ഉണ്ടാവേണ്ടത് പലപ്പോഴും മനുഷ്യന്റെ ശ്രദ്ധയിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറ്റായ നിലപാടിലേക്കോ അല്ലെങ്കിൽ ധാരണകളിലേക്കോ മനുഷ്യൻ നീങ്ങുന്ന, അല്ലെങ്കിൽ ആ നീങ്ങുന്നു എന്ന വിധത്തിലുള്ള പ്രതികരണങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമ്പോൾ അള്ളാഹു ചില സംഗതികൾ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. പക്ഷെ അത് എല്ലായിടത്തും ഒരുപോലെയൊന്നുമല്ല. ഓരോ സന്ദർഭത്തിലും അതിനുള്ള പ്രാധാന്യവും പ്രസക്തിയും കാണും. അപ്പോ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അവ ആവർത്തിച്ചു വരുന്നത്. ചോദ്യം ഉന്നയിക്കുന്ന ആള് ചോദ്യം ഉന്നയിക്കുന്നത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയാണെങ്കിൽ അത് ഒന്നോ രണ്ടോ തവണയൊക്കെ ഉന്നയിച്ചാലും മതിയാകുമല്ലോ. അതിൽ കൂടുതൽ ചോദ്യം ഉന്നയിക്കുക എന്നത് ഒരു വാശിയോടുകൂടി നിർവഹിക്കുകയാണെങ്കിൽ അയാളങ്ങനെ നിർവഹിച്ചുകൊണ്ട് പോകുമെന്നേ ഉള്ളൂ. സമൂഹം അതിന് പ്രത്യേകിച്ച് വലിയ വിലയൊന്നും കൽപ്പിക്കുക ഉണ്ടാവുകയില്ല. അതാണ് അത് സംബന്ധമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. വേറെ ലക്ഷ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിന് ഒരു തർക്ക സ്വഭാവം ആണ് പൊതുവെ നമുക്ക് കാണാൻ സാധിക്കുക. തർക്കങ്ങൾ കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാൻ കഴിയില്ല. കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടിയാണ് നമ്മൾ അന്വേഷണവും ചോദ്യവും ഒക്കെ വേണ്ടതുള്ളത്. അത് നമുക്ക് മാർഗദർശനം നൽകുകയും ചെയ്യും. തർക്കങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടി നിരന്തരം ഒരേ കാര്യം തന്നെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള എന്തെങ്കിലും അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിക്കുക എന്നത് ചിലര് ഒരു ശീലമാക്കി കൊണ്ടു നടക്കുന്നതാണ്. അത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നൊരു അഭിപ്രായം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ വിഷയം വിടുകയാണ്. പിന്നെ ഒരു ചോദ്യം, ഇന്ത്യ ഇസ്ലാം ഭൂരിപക്ഷമല്ല, അതുകൊണ്ടല്ലേ ഇവിടെ അവിശ്വാസികൾക്കും ഇതര വിശ്വാസികൾക്കും നിലനിൽക്കാൻ കഴിയുന്നത് എന്നാണ് ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യ ഇസ്ലാം ഭൂരിപക്ഷമല്ല എന്നല്ല, ഇന്ത്യ ഇസ്ലാം മുസ്ലിം സമൂഹം അധികാരം കൈയാളിയിരുന്ന ദീർഘമായൊരു കാലഘട്ടം തന്നെ ഈ നാട്ടിനുണ്ടായിട്ടുണ്ട്. അന്നൊന്നും ഇവിടെ ഉണ്ടായിരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമേതര സമുദായത്തിലെ ആളുകൾ ഇവിടെ ജീവിക്കാതിരുന്നിട്ടില്ല. അവർക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ വിഭാഗം ആളുകൾക്കും, വരേണ്യരുടെ മാത്രം കാര്യമല്ല, എല്ലാ വിഭാഗം ആളുകൾക്കും, പ്രത്യേകിച്ച് കീഴാള സമൂഹങ്ങളിൽ ആയിട്ട് അറിയപ്പെടുന്നവർക്കൊക്കെ തന്നെയും ഒരു മനുഷ്യരെന്നുള്ള നിലക്കുള്ള പരിഗണന വളരെയേറെ കിട്ടിയിരുന്ന ഒരു കാലമാണ് മുസ്ലിം ഭരണാധികാരികൾ ഇന്ത്യയിൽ നിലനിന്നിരുന്ന കാലം. ദീർഘമായ ഒരു കാലം തന്നെ, നൂറ്റാണ്ടുകൾ തന്നെ ഇന്ത്യയിൽ മുസ്ലിം ഭരണാധികാരികൾ ഭരണം നടത്തിയിട്ടുണ്ട്. ആ ഘട്ടങ്ങളിൽ ഈ വ്യത്യസ്ത വിഭാഗങ്ങൾ, എല്ലാ വിഭാഗങ്ങൾക്കും വിശ്വാസ സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും അടിസ്ഥാന അവകാശങ്ങളും ഒക്കെ അംഗീകരിച്ച് നൽകപ്പെട്ടിരുന്നു. ഭരണത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് വസ്തുത. പിന്നെ പല മതപരവും ജാതീയവുമായ കാരണങ്ങളാൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന തരം ആളുകൾക്ക് ഒന്ന് ആശ്വസിക്കാനും അവരുടെ ജീവിതം ദുസ്സഹമായ അവസ്ഥയിൽ നിന്ന് കരകയറാനും ഒക്കെ അവസരം ഉണ്ടായിരുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ഭരണം നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിലാണ്. അതുപോലെയുള്ള സാഹചര്യങ്ങളിൽ മുസ്ലിങ്ങൾ അധികാരം കൈയാളുന്ന അവസ്ഥ വരുമ്പോൾ അവിശ്വാസികൾ ഇവിടെ ഭൂമിക്കടിയിലേക്ക് കണ്ടുപോകില്ല എന്നുള്ള ഭീതിയൊന്നും ആർക്കും ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ സഹാബത്തും ഒക്കെ കൈകാര്യകർത്താക്കളായിട്ട് ഉണ്ടായിരുന്ന ഭൂപ്രദേശങ്ങളിൽ അവരുടെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാം ഉൾക്കൊള്ളാതെ, ഇസ്ലാമിലേക്ക് കടന്നു വരാതെ അവരുടെ പരമ്പരാഗതമായ മത ആശയങ്ങളുമായി കഴിഞ്ഞുകൂടിയിരുന്ന ആളുകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. അവരാരും ഇസ്ലാമിക ഭരണം നടപ്പിൽ വന്നതിന്റെ ഘട്ടത്തിൽ അതിന്റെ പേരിൽ അവിടുന്ന് പുറത്താക്കപ്പെടുകയോ
അല്ലെങ്കിൽ പഴയ അവസ്ഥയേക്കാൾ മോശമായ അവസ്ഥ നേരിടുകയോ ചെയ്യേണ്ടി വന്നിട്ടില്ല. അവർക്ക് പൗരാവകാശം അവർക്കൊക്കെയും നൽകപ്പെട്ടിരുന്നു. മാത്രവുമല്ല പ്രത്യേകമായ സംരക്ഷണവും പരിഗണനയും ഒക്കെ പലപ്പോഴും അവരുടെ കാര്യത്തില് ഭരണാധികാരികൾ ഉറപ്പുവരുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നതാണ് ചരിത്രം വെളിപ്പെടുത്തുന്ന കാര്യം. ഇങ്ങനെ ഈ അവിശ്വാസികൾ ഇന്ത്യയില് നിലനിൽക്കുകയില്ല എന്നൊക്കെയുള്ള നിലക്ക് കരുതുന്നത് അത് കേവലമായ പ്രജഡീസ് വെച്ചുകൊണ്ടുള്ള ചില മുൻവിധികൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ധാരണകളാണ്. ഇസ്ലാമിക ദർശനവും ഇസ്ലാമിക തത്വശാസ്ത്രം, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിമോചന ശാസ്ത്രം തുടങ്ങിയ കാര്യങ്ങള് അടിസ്ഥാനപരമായി എന്താണ് എന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ആർക്കും തന്നെ അത് ലോകത്ത് ദുരിതം വരുത്തുന്ന ഒരു സംഗതിയല്ല, മനുഷ്യരെ വിമോചിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്നത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചരിത്രം അതിന് അനുകൂലമായിട്ട് മാത്രമേ നമുക്ക് കാണാനും സാധിക്കുകയുള്ളൂ. അപ്പോ ആ കാര്യങ്ങൾ വിശദമായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഞാനത് വിടുകയാണ്. മറ്റൊന്ന്, കാലഗണനയ്ക്ക് ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാനദണ്ഡം എന്താണ് എന്നതാണ് ചോദിക്കുന്നത്. നമ്മൾ സ്വീകരിക്കേണ്ട കാലഗണനാ രീതി ഏതാണ്? ലോകത്ത് വ്യത്യസ്ത തീയതികൾ വന്നുകൊണ്ടിരിക്കുന്ന ഹിജ്റ കലണ്ടറിനേക്കാൾ കാലഗണനക്ക് അനുയോജ്യം ഇന്ന് ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ അല്ലേ? തീയതികൾക്കും കാലഗണനക്കും ഖുർആനിക അടിസ്ഥാനത്തിലുള്ള പ്രാധാന്യം എന്താണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് വളരെ വ്യാപ്തിയുള്ള വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട വിധത്തിലുള്ള ഒരു ചോദ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാമർശിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ വളരെ വിശദമായ ഒരു സംഗതിയിലേക്കൊന്നും പോകുന്നില്ല. വളരെ പരിമിതമായി ചില കാര്യങ്ങൾ മാത്രം ഇത് സംബന്ധമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഒന്ന്, കാലഗണനക്ക് ഇസ്ലാം നിർദ്ദേശിക്കുന്ന മാനദണ്ഡം എന്താണ് എന്നത് വിശുദ്ധ ഖുർആൻ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാലഗണന രീതിയാണ് ഖുർആൻ മുന്നോട്ട് വെക്കുന്നത്. അതല്ലാത്ത നമ്മളിപ്പോ ലോകത്ത് കൂടുതൽ പ്രചാരത്തിലുള്ള, അത് യഥാർത്ഥത്തിൽ കൊളോണിയൽ ശക്തികൾ ലോകത്ത് സ്വാധീനം നേടിയ കാലം മുതൽ അവരുടെ നിയന്ത്രണത്തിലും സ്വാധീനത്തിലൊക്കെ ഉണ്ടായിരുന്ന പ്രദേശങ്ങളിൽ നിലവിൽ വന്ന ഒരു സംഗതിയാണ് ഈ ഗ്രിഗോറിയൻ കലണ്ടർ എന്ന് പറയുന്നത്. ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങൾ, 12 മാസങ്ങളുടേതായ 365 ദിവസങ്ങൾ അടങ്ങിയ ഒരു വർഷം. ഈ ഗണന യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ വ്യാപനത്തിനെ തുടർന്ന് ലോകത്ത് പ്രചാരം നേടിയ ഒരു സംഗതിയാണ്. അത് പക്ഷെ ശാസ്ത്രീയമോ ശരിയായ അടിസ്ഥാനത്തിലുള്ളതോ ഒന്നുമല്ല. ഖുർആൻ നിർദ്ദേശിക്കുന്നത് ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാലഗണനയാണ്. വ്യക്തമായിട്ട് സൂറത്ത് തൗബയിൽ അള്ളാഹു ഈ കാര്യം പറയുന്നത് കാണാൻ കഴിയും. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറ. അള്ളാഹുവിന്റെ അടുക്കല് മാസങ്ങളുടെ ഗണനം, മാസങ്ങളുടെ കണക്ക് അത് 12 മാസങ്ങളാണ്. ഫീ കിതാബില്ല. ഇത് യൗമ ഖലഖ സമാവാതി വൽ അർള്, ആകാശഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ച നാള് മുതലേ ഉള്ള ഒരു ക്രമം അതാണ്. മിൻഹ അർബഅത്തുൻ ഹുറുമുൻ, അതില് 4 വിശുദ്ധ മാസങ്ങളാണ്, അല്ലെങ്കിൽ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളാണ്. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഏറ്റവും ചൊവ്വായ ദൈവിക വ്യവസ്ഥിതി. ഫലാ തളിമു ഫീഹിന്ന അൻഫുസക്കും, ഈ കാര്യത്തിൽ നിങ്ങൾ ആത്മദ്രോഹം ചെയ്യുന്നവരായി മാറരുത് എന്നാണ് തുടർന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ലാത്ത ചില കാര്യങ്ങളാണ് ഈ ആയത്തിന്റെ ബാക്കി ഭാഗത്ത് വരുന്നത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇപ്പൊ ഇവിടെ അള്ളാഹു ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ് നിർവഹിച്ച നാള് മുതൽ മാസങ്ങളുടെ കണക്ക് 12 എന്ന് സൂചിപ്പിച്ചുവല്ലോ. ഈ 12-ല് 4 വിശുദ്ധ മാസങ്ങളാണ്, പവിത്ര മാസങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ 4 പവിത്ര മാസങ്ങൾ ഏതൊക്കെയാണ് എന്നത്
നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അത് ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാസങ്ങളാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം ഈ 3 മാസങ്ങൾ തുടർച്ചയായിട്ടും, പിന്നെ റജബ് മറ്റൊരു മാസവും. ഈ 4 മാസങ്ങളാണ് ഈ യുദ്ധം നിഷിദ്ധമായ പവിത്ര മാസങ്ങൾ എന്ന നിലക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ അതിലേക്ക് കൃത്യമായ സൂചന നൽകിക്കൊണ്ട് ഇവിടെ കാര്യം പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദമാക്കി തന്നിട്ടുണ്ട്. പിന്നെ അത് ഈ ഹിജ്റ അല്ലെങ്കിൽ അറബ് പാരമ്പര്യത്തിലുള്ള ഈ 12 മാസങ്ങളാണ് എന്നത് വ്യക്തമാക്കുന്ന ചില സൂചനകൾ ഖുർആൻ വേറെയും നൽകുന്നുണ്ട്. ഷഹ്റു റമളാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ റമളാനിലാണ് വിശുദ്ധ ഖുർആൻ അവതീർണമാവുകയുണ്ടായത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സൂചന നൽകുന്നത് കാണാൻ കഴിയും. അപ്പോൾ 12 മാസങ്ങളാണ്, 4 പവിത്ര മാസങ്ങളാണ്. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് റംലാനിലാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഇതല്ലാത്ത ഒരു കാലഗണന, ഒരു കാലണ്ടർ, ഒരു വർഷത്തെ മാസങ്ങളായിട്ട് വിഭജിക്കുന്ന ഒരു സംവിധാനം ഖുർആൻ സൂചിപ്പിക്കുന്നേ ഇല്ല. ഈ ഒരു സംഗതി മാത്രമേ ഖുർആൻ മുന്നോട്ട് വെക്കുന്നുള്ളൂ. അതില് നമുക്ക് ഈ ഷഹ്റു റമളാൻ വേറൊരു കാലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിശ്ചയിക്കാൻ കഴിയില്ല. അതുപോലെ ഈ അഷ്ഹുറുൽ ഹുറും, വിശുദ്ധ മാസങ്ങള് അല്ലെങ്കിൽ യുദ്ധം നിഷിദ്ധമായി നിശ്ചയിക്കപ്പെട്ട മാസങ്ങള്, അതും വേറൊരു ഗ്രിഗോറിയൻ കാലണ്ടർ പോലെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ചില മലയാളത്തിലെ ഉള്ള ചില കലണ്ടറുകൾ ഉണ്ടല്ലോ, ഇത്തരം പഞ്ചാംഗങ്ങൾ വെച്ചുകൊണ്ട് ഈ യുദ്ധം നിഷിദ്ധമായ മാസങ്ങളോ അല്ലെങ്കിൽ ഷഹ്റു റംളാനോ അങ്ങനെ അതുപോലെയുള്ള സംഗതികളൊന്നും തീരുമാനിക്കാൻ കഴിയില്ല. തീർച്ചയാണല്ലോ അങ്ങനെ. അപ്പോ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരേ ഒരു കലണ്ടർ, ഒരേ ഒരു കാലഗണന, അത് ഈ ആയത്തുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മുഹറം തുടങ്ങി ദുൽഹജ്ജിൽ അവസാനിക്കുന്ന 12 മാസങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പഞ്ചാംഗമാണ്, ഒരു കാലഗണനയാണ്. അതില് 4 മാസങ്ങള് യുദ്ധം നിഷിദ്ധമായി നിശ്ചയിക്കപ്പെട്ട മാസങ്ങളാണ്. ഒരു മാസത്തില് ഹജ്ജ് നിർവഹിക്കപ്പെടുന്നുണ്ട്. ദുൽഹിജ്ജ മാസത്തിൽ, അവസാനത്തെ മാസത്തിൽ ഒരു മാസം പൂർണ്ണമായിട്ട് ഖുർആൻ അവതരിച്ചതിന്റെ പേരിൽ വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്. അതുപോലെ പ്രാധാന്യമുള്ള പല കാര്യങ്ങളും ആ കാലഗണനയിൽ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ നാഥനായിട്ട് അള്ളാഹുവിനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു കാലണ്ടർ അവഗണിക്കുക എന്നുള്ളത് സാധ്യമേ അല്ല. ഈ ഒരു കലണ്ടർ മാത്രമാണ് യഥാർത്ഥത്തിൽ കൃത്യതയുള്ളതും പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുമായിട്ട് കൂട്ടിഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതും. ഞാൻ നേരത്തെ ഒരു സെഷനിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോ ഗ്രിഗോറിയൻ കലണ്ടറിലെ മാസങ്ങള് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എന്ന് വെക്കുക. ഫെബ്രുവരിയുടെ സ്ഥാനത്ത് ഡിസംബറോ, ഡിസംബറിന്റെ സ്ഥാനത്ത് ഒക്ടോബറോ പ്ലേസ് ചെയ്തതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. കാരണം അത് 365 ദിവസങ്ങളെ യാതൊരു തത്വദീക്ഷയോ അടിസ്ഥാനമോ പ്രകൃതി പ്രതിഭാസങ്ങളോ ഇല്ലാതെ അങ്ങ് മുറിച്ചു വെച്ചതാണ്. ഫെബ്രുവരി 28 ദിവസം എന്നതിന് പകരം ഈ 28 ദിവസം ആവുന്നത് സെപ്റ്റംബറോ ഒക്ടോബറോ ആവുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഒരിടത്ത് കൂടുന്നുണ്ടെങ്കിൽ മറ്റിടത്ത് കുറയ്ക്കണം, ഒരിടത്ത് കുറയുന്നുണ്ടെങ്കിൽ മറ്റിടത്ത് കൂട്ടണം എന്നേ ഉള്ളൂ. ഇത് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളുമായിട്ടോ അതുപോലെ കാലഗണനയുടെ എന്തെങ്കിലും ഒരു ബേസിസ് വെച്ചുകൊണ്ടോ ഒന്നും ഉള്ളതല്ല. അത് ചില രാജാക്കന്മാരും പൗരാണിക സംസ്കൃതികളും ഒക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു പഞ്ചാംഗമാണ്. ഇതാണ് ഈ ഗ്രിഗോറിയൻ കലണ്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കാര്യം. പക്ഷെ അള്ളാഹു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാള് മുതൽ തന്നെ കാലഗണന വ്യവസ്ഥപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അന്നു മുതൽ തന്നെ 12 മാസങ്ങളാണ് ഷെഹറിന്റെ എണ്ണം. അതുപോലെ അതില് 4 മാസങ്ങൾ അല്ലാഹു വിശുദ്ധ മാസങ്ങളായിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്.
അതിൽപ്പെട്ട ഒരു മാസത്തെയാണ് അള്ളാഹു വിശുദ്ധ ഖുർആന്റെ അവതരണത്തിനായിട്ട് തെരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽപ്പെട്ട ഒരു മാസത്തെയാണ് അള്ളാഹു ഹജ്ജിനു വേണ്ടി നിശ്ചയിച്ച് തന്നിട്ടുള്ളത്. ഈ കാരണങ്ങളാലൊക്കെ തന്നെ അള്ളാഹുവിലും ദൈവിക സംവിധാനങ്ങളിലും വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു കലണ്ടർ അല്ലാതെ, ഒരു കാലഗണന സംവിധാനമല്ലാതെ, ഒരു പഞ്ചാംഗമല്ലാതെ സ്വീകരിക്കുക സാധ്യമല്ല. പിന്നെ പ്രായോഗികമായ ആവശ്യങ്ങൾക്ക് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിലും കാലഘട്ടത്തിലും ചില പ്രയോഗത്തിലുള്ള കലണ്ടറുകൾ നമുക്ക് ഉപയോഗപ്പെടുത്താവോ എന്ന് ചോദിച്ചാൽ, ഒരു സിസ്റ്റം ഒരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു ഭൂപ്രദേശത്ത് വർക്ക് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തന്നെ നമ്മുടെ സാമ്പത്തികവും തൊഴിൽപരവും ഒക്കെയായ കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാൻ കഴിയുള്ളൂ. അത് ശരിയായതുകൊണ്ടൊന്നുമല്ല, അതാണ് അവിടെ പ്രാബല്യമുള്ളത് എന്നതിനാൽ നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്തുകൂടാ എന്നൊന്നും ഖുർആൻ പറയുന്നില്ല. നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ആ ഒരു സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടുത്തെ ഭരണകൂടവും സമൂഹവും ഒക്കെ ചെയ്യുന്നത്, നിർവഹിക്കുന്നത് എന്നതിനാൽ ആ ഒരു സംവിധാനം നിലനിൽക്കുന്നിടത്തോളം കാലം അത് പ്രയോജനപ്പെടുത്തുകയോ ആ ഒരു രീതി നമുക്ക് ആവശ്യമുള്ളിടത്തോളം ഉപയോഗപ്പെടുത്തുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അതില് സംശയമൊന്നുമില്ല. അങ്ങനെ അത് കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അർത്ഥം അത് ശരിയാണ് എന്നോ എക്കാലത്തും അത് നിലനിൽക്കണം എന്നോ ഒന്നുമല്ല. മാത്രവുമല്ല, ഇസ്ലാമിക അനുഷ്ഠാനങ്ങളും ഇസ്ലാമിലെ സുപ്രധാനമായ പല കാര്യങ്ങളും അടിസ്ഥാനപ്പെടുത്തുന്ന അല്ലെങ്കിൽ നിർണയിക്കപ്പെടുന്നത് ആ ഒരു കലണ്ടറിനെ ആശ്രയിച്ചുകൊണ്ട് സാധ്യവുമല്ല. അതുകൊണ്ട് പാരലൽ ആയിട്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കലണ്ടർ ഗൗനിച്ചേ പറ്റൂ. അത് അംഗീകരിച്ചും അത് പ്രയോഗത്തിൽ സാധിക്കുന്നിടത്തോളം പ്രയോജനപ്പെടുത്തിക്കൊണ്ടും മാത്രമേ മുന്നോട്ട് പോവുക സാധിക്കുകയുള്ളൂ എന്നതാണ് ഇത് സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, ലോകത്ത് വ്യത്യസ്ത തീയതികൾ വന്നുകൊണ്ടിരിക്കുന്ന ഹിജ്റ കലണ്ടറിനേക്കാൾ കാലഗണനയ്ക്ക് അനുയോജ്യം ഇന്ന് ലോകവ്യാപകമായി ഉപയോഗിക്കുന്ന ഗ്രിഗോറിയൻ കലണ്ടർ അല്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്ന ചോദ്യത്തിലെ ഒരു ഭാഗം. അപ്പോൾ ഇതില് പറയുന്ന ഒരു കാര്യം, വ്യത്യസ്ത തീയതികൾ വന്നുകൊണ്ടിരിക്കുന്ന ഹിജ്റ കലണ്ടർ എന്ന് പറയുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ ഹിജ്റ കലണ്ടർ എന്നത് ലൂനാർ കലണ്ടർ ആണല്ലോ. എന്ന് പറഞ്ഞാൽ ചന്ദ്രനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ചന്ദ്രന്റെ അഹില്യത്തിനെ, ചന്ദ്രന്റെ ചലനത്തെ വ്യത്യസ്ത രൂപങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കലണ്ടർ ആണല്ലോ. ഇതിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു കലണ്ടർ തയ്യാറാക്കാൻ ആര് മുതിർന്ന് രംഗത്ത് വന്നാലും അവർക്ക് ഒരേ ഒരു സാധ്യതയേ ഉള്ളൂ. ഒരുപാട് സാധ്യതകളില്ല. അതിൽ ഒറ്റ സാധ്യതയേ ഉള്ളൂ. അതില് വിശുദ്ധ ഖുർആൻ നൽകുന്ന ചില സൂചനകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചന്ദ്രനെ നിരീക്ഷിക്കുന്ന ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന, ഇനി വിശുദ്ധ ഖുർആനെ പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ട്, ഇസ്ലാമിക വിജ്ഞാന പൈതൃകത്തെ പൂർണ്ണമായി മാറ്റിവെച്ചുകൊണ്ട് പ്യുവർ സയൻസിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു കലണ്ടർ, ലൂനാർ കലണ്ടർ തയ്യാറാക്കാൻ ശ്രമിച്ചാലും ഒരേ ഒരു കലണ്ടറിലേ എത്തിച്ചേരുള്ളൂ. അതാണ് ലൂനാർ കലണ്ടർ എന്ന് പറയുന്നത്. അതല്ലാത്തൊരു ലൂനാർ കലണ്ടർ ഇല്ല. പിന്നെ മുസ്ലിം പ്രസിദ്ധീകരണങ്ങളുടെ ഒക്കെ പേരിലുള്ള കലണ്ടറുകൾ, അതിൽ കാണുന്ന ഡേറ്റ് വ്യത്യാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഉന്നയിക്കപ്പെടുക. ഇതാരാണ്, എന്തടിസ്ഥാനത്തിലാണ് തീരുമാനിച്ചു വെച്ചിട്ടുള്ളത് എന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ എത്ര അശ്രദ്ധമായിട്ടാണ് ഈ മേഖല മുസ്ലിം ലോകം വിട്ടുകളഞ്ഞിട്ടുള്ളത് എന്നത് മനസ്സിലാവും. യഥാർത്ഥത്തില് സൂര്യനും ചന്ദ്രനും ഒക്കെ നമുക്ക് നിരീക്ഷണത്തിന് വിധേയമാക്കാൻ പറ്റുന്ന വിധത്തില് ഉള്ള സൂര്യനെയും ചന്ദ്രനെയും നമുക്ക് വിധേയപ്പെടുത്തി തന്നിരിക്കുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ വിധേയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് കയ്യിലെടുത്ത് അത് അവ കൊണ്ട് പന്ത് കളിക്കാന്നൊന്നുമല്ല. നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും നിരീക്ഷിക്കാനും അവയുടെ ചലനങ്ങളെ, അതിന്റെ ക്രമത്തെ ഒക്കെ പ്രയോജനപ്പെടുത്താനും കഴിയുന്ന വിധത്തിലാണ് അള്ളാഹു അതിനെ സംവിധാനിച്ചു വെച്ചിട്ടുള്ളത്. അതിന്റെ പ്രത്യേകതകളെ നിരീക്ഷിച്ചുകൊണ്ട് ഒരു കലണ്ടർ തയ്യാറാക്കുമ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യം, ഖുർആൻ നൽകുന്ന ഒരു സൂചന,
ആ സൂചനയുടെ അടിസ്ഥാനത്തിൽ തന്നെ അതിന്റെ പല കാര്യങ്ങളും നിർണ്ണയിക്കാൻ പറ്റും. നമ്മളിപ്പോ പരമ്പരാഗതമായിട്ട് ഹിലാൽ ദർശിക്കുക എന്ന് പറഞ്ഞാൽ മാസത്തിന്റെ തുടക്കത്തിലുള്ള ഒരു ചന്ദ്രക്കല കാണുക എന്ന ഒരു സംഗതിയെയാണ് പിന്തുടർന്ന് വരുന്നുണ്ടാകുക ലോകത്ത് ഭൂരിപക്ഷം മുസ്ലിം സമൂഹവും. പക്ഷെ അങ്ങനെ ഒരു ഹിലാൽ എന്നൊരു പരാമർശം പോലും വിശുദ്ധ ഖുർആനിലില്ല. മറിച്ച് അതിന്റെ ബഹുവചനമായി പരിഗണിക്കപ്പെടുന്ന അഹില്ലത്തിനെയാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത്. യസ്അലൂനക അനിൽ അഹില്ല, അഹില്ലത്തിനെ കുറിച്ച്, ചന്ദ്രന്റെ വൃതിക്ഷയങ്ങളെ, വ്യത്യസ്തമായ വലിപ്പ രൂപങ്ങളെയൊക്കെ കുറിച്ച് അവർ ചോദിക്കുന്നു. അത് നിങ്ങൾക്കുള്ള വർഷങ്ങളുടെയൊക്കെ കണക്ക് നിശ്ചയിക്കാനുള്ളതും അതുപോലെ ഹജ്ജിന്റെ നിർണയവും ആകുന്നു എന്നാണ് അതിന് മറുപടിയായിട്ട് അള്ളാഹു പറയുന്നത്. അപ്പൊ ഇത് നിരീക്ഷിക്കാൻ ഒരുങ്ങുന്ന ആളുകൾ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണല്ലോ കലണ്ടർ ഉണ്ടാക്കേണ്ടത്. അതിന് ഉപകരിക്കുന്ന ഒരു ക്ലൂ വിശുദ്ധ ഖുർആൻ നൽകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. സൂറത്തുൽ ഇസ്രായിലെ 12-ാമത്തെ ആയത്ത്, വജഅൽനൽ ലൈല വന്നഹാറ ആയത്തെ, രാവിനെയും പകലിനെയും അള്ളാഹു രണ്ട് ദൃഷ്ടാന്തങ്ങളാക്കി വെച്ചിരിക്കുന്നു, നാം ദൃഷ്ടാന്തങ്ങളാക്കിയിരിക്കുന്നു. ഫമഹൗന ആയത്തൽ ലൈൽ, എന്നിട്ട് രാവിന്റെ ആയത്തിനെ നാം മറച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. വജഅൽന ആയത്തൻ നഹാറ മുബ്സിറത്തൻ, പകലിന്റെ ആയത്തിനെ നാം ദൃശ്യതയുള്ളതും ആക്കിയിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ട് അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് ആയത്തിന്റെ വലിതഅലമു അദദ സിനീന വൽ ഹിസാബ്, നിങ്ങൾക്ക് വർഷങ്ങളുടെ കണക്ക് അറിയുന്നതിനും ഗണിതം തന്നെ വശമാകുന്നതിനും വേണ്ടിയാണ്. വകുല്ല ശൈഇൻ ഫസ്സൽനാഹു തഫ്സീല, എല്ലാ കാര്യങ്ങളും വ്യക്തതയും തെളിമയും ഒക്കെയുള്ള വിധത്തിൽ നാം വിശദീകരിച്ചിരിക്കുന്നു എന്നും പറയുകയാണ് ഇവിടെ. അപ്പൊ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം, രണ്ട് പ്രതിഭാസങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്, പകലിനെയും രാവിനെയും. എന്നിട്ട് പകലിനൊരായത്തുണ്ട്, രാവിന് മറ്റൊരായത്തുണ്ട് എന്നും സൂചിപ്പിക്കുകയാണ്. രാവിന്റെ ആയത്തിനെ അള്ളാഹു മറയിട്ടിരിക്കുന്നു, പകലിന്റെ ആയത്തിനെ അള്ളാഹു തെളിമയുള്ള ദൃശ്യതയുള്ളതാക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. രാവിന്റെ ആയത്ത് വളരെ വ്യക്തമായിട്ടും ചന്ദ്രനാണ്. അങ്ങനെ തന്നെ മുഫസ്സിറുകള് തറപ്പിച്ച് പറയുന്നത് നമുക്ക് പല തഫ്സീറുകളിലും കാണാൻ സാധിക്കും. പകലിന്റെ ആയത്ത് സൂര്യനാണ്, അതും വ്യക്തമായിട്ടും മുഫസ്സിറുകൾ ചൂണ്ടിക്കാണിച്ചത് കാണാൻ കഴിയും. എന്തായാലും രാവിന്റെ ആയത്തിനെ, രാവിന്റെ ദൃഷ്ടാന്തത്തെ അള്ളാഹു മായ്ച്ചു കളഞ്ഞിരിക്കുന്നു എന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, രാവിന്റെ ദൃഷ്ടാന്തത്തെ അള്ളാഹു മായ്ച്ചു കളഞ്ഞിട്ടുണ്ടോ? ചന്ദ്രനാണ് രാവിന്റെ ദൃഷ്ടാന്തമെങ്കിൽ ചന്ദ്രൻ കാണപ്പെടുന്ന ഒരുപാട് ദിവസങ്ങളുണ്ടല്ലോ. അപ്പൊ അത് മായ്ച്ചു കളഞ്ഞു എന്ന് പറയുന്നത് ശരിയാണോ? അപ്പോ നമ്മൾ ചന്ദ്രനെ വീണ്ടും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കും. അപ്പൊ നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തും. ചന്ദ്രൻ മിക്ക ദിവസങ്ങളിലും ആകാശത്തിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. അപൂർവമായിട്ട് മാത്രമേ ചന്ദ്രൻ അദൃശ്യമാവുന്നുള്ളൂ. അപ്പൊ ഇത് എന്നാണ് അദൃശ്യമാവുന്നത്, എപ്പോഴാണെന്ന് നോക്കിയാൽ എല്ലാ രാത്രികളിലും ചന്ദ്രൻ തെളിയുന്നുണ്ട്, ദൃശ്യതയുള്ളതാവുന്നുണ്ട്, ഒരു രാത്രി ഒഴികെ. ആ ഒരു രാത്രി മാസത്തിലൊരിക്കല് സംഭവിക്കുന്നുണ്ട്, ചന്ദ്രൻ തെളിയാത്ത, ഒട്ടും തെളിയാത്ത ഒരു രാത്രി. ഈ കാര്യമല്ല ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്, ഫമഹൗന ആയത്തൽ ലൈൽ. അപ്പോ ഏത് രാത്രിയാണ് അത് മറച്ചു വയ്ക്കപ്പെട്ടതായിരിക്കുന്നത് എന്നത് മനസ്സിലാക്കാൻ ഖുർആൻ അത് വ്യക്തമായിട്ട് വേറെ പറയേണ്ട കാര്യമില്ല. ചന്ദ്രൻ നമ്മുടെ കൺമുന്നിലുണ്ട്, ദിനേന നമുക്കതിനെ നിരീക്ഷിക്കാം. ഈ ഒരു നിരീക്ഷണം നടത്താൻ മനുഷ്യന് സ്വാഭാവികമായിട്ടും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമാണത്. അതുകൊണ്ട് അത് കൃത്യമായിട്ട് ഇന്ന ദിവസമാണ് എന്ന് ഖുർആൻ പറയേണ്ടതില്ല, അത് നിരീക്ഷിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. അപ്പൊ ഒരു രാത്രിയിൽ ചന്ദ്രൻ തീർത്തും അദൃശ്യമാവുന്ന ഒരു അനുഭവമാണ് നമുക്കുള്ളത്. ഈ അദൃശ്യമാവുന്ന ചന്ദ്രനെ ഒട്ടും കാണാൻ കഴിയില്ലാത്ത ഒരു നാള്, ആ നാള് നമ്മൾ മലയാളത്തില് അമാവാസി എന്നാണ് പറയാറുള്ളത്. ആ നാളിനെ, ചന്ദ്രനെ പൂർണ്ണതയോടുകൂടി കാണുന്ന നാളിന് പൗർണമി എന്ന് പറയും. ചന്ദ്രനെ തീരെ വിസിബിൾ ആവാത്ത ഒരു നാളിന് നമ്മൾ അമാവാസി എന്നും പറയും. ന്യൂ മൂൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം.
ഇത് ഒരു 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 കോസ്മോളജിക്കൽ ഫിനോമിനൻ കാരണമായിട്ട് ചന്ദ്രൻ കാണപ്പെടാതാവുകയാണ്. നേർരേഖയിൽ വരികയാണ്. ചന്ദ്രനും സൂര്യനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോ ചന്ദ്രൻ ഭൂമിയിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദൃശ്യമാവാതെ വരുന്ന ഒരു സംഗതിയാണത്. ഇത് കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണ്. ഒരു ഷിഫ്റ്റിംഗ് ആണ് അവിടെ നടക്കുന്നത്. പ്രകൃതിയിൽ മാസം മാറുന്നത് വ്യക്തമാക്കുന്ന ഒരു പ്രാപഞ്ചിക പ്രതിഭാസമാണത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആകാൻ കഴിയില്ല. ഒരു മൊമെന്റില് ഈ സംഭവം അരങ്ങേറും, ഈ ചന്ദ്രൻ അദൃശ്യമാകുക എന്ന കാര്യം. അപ്പോ അതൊരു അടയാളപ്പെടുത്തലാണ്. അതിനുശേഷം പിന്നെ വിസിബിൾ ആവുന്ന ചന്ദ്രൻ അതേ വശമല്ല വെളിപ്പെടുക. ചന്ദ്രന്റെ മറുവശമാണ് നമുക്ക് വെളിപ്പെടുന്നതായിട്ട് കാണാം. നമുക്ക് ഈ വലത് കൈയിന്റെ ഭാഗത്ത് ഉള്ള ഇങ്ങനെ ഒരു കൈ മലർത്തി വെച്ചതുപോലെയുള്ള ഒരു ചിത്രമാണ് മാസത്തിന്റെ അവസാനത്തിൽ നമുക്ക് ഉണ്ടായിരുന്നതെങ്കിൽ, പിന്നെ ഈ അദൃശ്യതയുള്ള ദിവസം കഴിഞ്ഞാൽ പിന്നെ കൈ കമഴ്ത്തി വെച്ച പോലെയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് അടുത്ത മാസത്തിന്റെ തുടക്കത്തിൽ കാണാൻ കഴിയും. അപ്പൊ ഈ വ്യത്യാസം, ഇത് ഈ അദൃശ്യതയുള്ള ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ചന്ദ്രരൂപമല്ല, അല്ലെങ്കിൽ ആ വശമല്ല പിന്നെ കാണാം. അത് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. ചന്ദ്രന്റെ നേരെ വിപരീത വശമാണ് പിന്നെ കണ്ടു തുടങ്ങുക. ഇത് ഒന്ന് നിരീക്ഷിച്ചാൽ ആർക്കും മനസ്സിലാവും. അത് ഒരു ചന്ദ്രമാസത്തിന്റെ അവസാനത്തിൽ കണ്ടുകൊണ്ടിരുന്ന ആ ഒരു സൈഡല്ല, ആ വശമല്ല അടുത്ത മാസം തുടക്കത്തിൽ ദൃശ്യമാവുക. അപ്പൊ അതിനിടക്ക് ആ ഷിഫ്റ്റിംഗ് നടക്കുന്ന ആ ദിവസം ചന്ദ്രൻ അദൃശ്യമാകും. ഇതാണ് അമാവാസി ദിവസം എന്ന് പറയുന്നത്. അപ്പോ കാര്യങ്ങൾ വ്യക്തമാണല്ലോ. പ്രകൃതിയിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ് ഈ മാസം മാറുക എന്ന സംഗതി. ഗ്രിഗോറിയൻ കലണ്ടറിലെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു നീട്ടാവുന്ന മാസങ്ങളല്ല. എവിടെയെങ്കിലൊക്കെ മുറിച്ച് ഒരു മാസം ഒരു 35 ദിവസം കിടക്കട്ടെ, അടുത്ത മാസം കുറച്ച് കുറക്കാം എന്ന വിധത്തിലൊന്നും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. പ്രകൃതിയിൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്. ഒരു മാസത്തിന്റെ ചന്ദ്രന്റെ ദൃശ്യത ഉണ്ടായി അനുഭവപ്പെട്ടുകൊണ്ട് അങ്ങനെ പോയിട്ട് ഒരു ദിവസം എത്തുന്നതോടുകൂടി ഇതിലേക്കൊരു ക്ലൂ ഖുർആൻ വേറെ ഇടത്തും നൽകുന്നുണ്ട്. ഹത്ത ആദക്കൽ ഉർജൂനിൽ ഖദീം എന്ന് പറഞ്ഞാൽ ഈ അദൃശ്യതയുള്ള ദിവസത്തിന്റെ തൊട്ട് തലേന്ന്, അന്ന് ചന്ദ്രനെ അവസാനമായിട്ട് കാണുന്ന രൂപത്തിനെ കുറിച്ചാണ് ഖുർആൻ പരാമർശിക്കുന്നത്. അത് പഴകി ദ്രവിച്ച ഒരു ഈത്തപ്പന കൊലച്ചില്ലയുടേത് പോലെയുള്ള ഒരു രൂപമായിരിക്കും എന്ന്. ഇത് അമാവാസി ദിവസത്തിന്റെ തലേ ദിവസം ചന്ദ്രന്റെ രൂപം എങ്ങനെയായിരിക്കും എന്ന് നിരീക്ഷിക്കുന്നവർക്ക് കാണാൻ കഴിയും. അപ്പൊ അത് ദൃശ്യമായി കഴിഞ്ഞാല് ആളുകൾക്ക് എളുപ്പത്തില് അടുത്ത ദിവസം ചന്ദ്രനെ ദൃശ്യതയുള്ളതായിട്ട് കാണൂല. അത് ഷിഫ്റ്റിംഗ് ഡേ ആണ്. ഷിഫ്റ്റിംഗ് ഡേ ആ കറന്റ് മന്തിന്റെ ഭാഗമായിട്ടാണ് കാണുക. അതിനെ തുടർന്ന് തെളിയുന്ന നാളാണ് പുതിയ മാസത്തിന്റെ തുടക്കം. ഈ വിധത്തിലാണ് അതിന്റെ ക്രമീകരണം പ്രപഞ്ചത്തിലുള്ളത്. ഇത് ഖുർആനോ സുന്നത്തോ ഒന്നും പരിഗണിക്കാത്ത സമൂഹം ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ ഒരു സംഗതി ചന്ദ്രനെ നിരീക്ഷിച്ചുകൊണ്ട് തന്നെ ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തില് അവര് കലണ്ടറുകള് പ്രയോഗത്തിൽ കൊണ്ടുവന്നിട്ടും അവര് കാലങ്ങളായിട്ട് അത് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ബഹിരാകാശ യാത്ര പോലെയുള്ള സംഗതികളൊക്കെ ക്രമീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്ക് വിശുദ്ധ ഖുർആൻ ഇതിനെക്കുറിച്ച് കൃത്യമായ സൂചനകൾ തന്നിട്ടുമുണ്ട്. ഈ സൂചനകൾ വെച്ചുകൊണ്ട് നമ്മൾ ഒരു കലണ്ടർ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ, ഒരു ചന്ദ്രന്റെ ചലനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഞ്ചാംഗം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു കലണ്ടറേ സാധ്യമാവുള്ളൂ. മറ്റൊരു കലണ്ടറിനുള്ള സാധ്യത ഇല്ല. ആരെങ്കിലും വ്യത്യാസപ്പെട്ട വിധത്തില് തീയതികള് ഡേറ്റുകളൊക്കെ പറഞ്ഞ് അതിന്റെ അടിസ്ഥാനത്തിൽ വല്ലതും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവർക്ക് ഒന്നുകിൽ ഈ ആയാത്തുകൾ തന്നെ വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാൻ അവര് സന്നദ്ധരായിട്ടില്ല. രണ്ടാമത്തത് അവര് അള്ളാഹുവിന്റെ ആയാത്തുകളായ സൂര്യനെയും ചന്ദ്രനെയും വേണ്ട വിധത്തിൽ നിരീക്ഷിക്കാൻ അവര് സന്നദ്ധരായിട്ടില്ല എന്നേ അതിനർത്ഥമുള്ളൂ. ഇനി ഈ കലണ്ടർ സാധ്യമാണോ ഈ ഒരുപാട് വ്യത്യസ്ത തീയതികളുള്ള എന്നത് ചോദിച്ചാൽ തീർച്ചയായിട്ടും സാധ്യമാണ്. ജനുവരി 5 മുതൽ ഫെബ്രുവരി
4 വരെ ഒരു മാസമായിട്ട് കണ്ടൂടെ? അങ്ങനെ കാണാമല്ലോ, അതിനെന്താ ബുദ്ധിമുട്ടുള്ളത്? ജാനുവരി 15 മുതൽ ഫെബ്രുവരി 14 വരെ ഒരു മാസമായിട്ട് കാണാമല്ലോ. അങ്ങനെയൊക്കെ പറ്റും. അങ്ങനെയൊക്കെയുള്ള ഒരു സംഗതിയാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പക്ഷേ നമ്മൾ കാലഗണന എന്നൊന്നും പറയേണ്ടതില്ല. കാരണം അത് പ്രത്യേകിച്ച് ഒരു കാരണവുമില്ല, ഒരു ആവശ്യവുമില്ല, ഒരു അടിത്തറയില്ലാതെ നമ്മൾ ഒരു ഒരു കൗണ്ടിങ് അങ്ങ് തുടങ്ങുകയാണ്. അതിന് പ്രകൃതിയിലെ സംവിധാനങ്ങളുമായിട്ടോ അല്ലെങ്കിൽ ദൈവികമായിട്ട് അള്ളാഹു സജ്ജീകരിച്ചിരിക്കുന്ന സംവിധാനങ്ങളുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. ഇനി എല്ലാ കാലത്തും കണക്കുകൂട്ടാൻ അറിയാത്ത നിരക്ഷരതയിൽ കഴിയേണ്ട ഒരു കൂട്ടരാണ് നിങ്ങൾ എന്ന നിലക്കാണോ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചിട്ടുള്ളത്? അതോ ഇവിടെ പറഞ്ഞ ഈ സൂറത്തുൽ ഇസ്രായിൽ ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ ഭാഗം ഉണ്ടല്ലോ, വലി തഅലമു അദദ സിനീന വൽ ഹിസാബ്, നിങ്ങൾക്ക് വർഷങ്ങളുടെ കണക്കറിയാനും അതുപോലെ ഗണിതം തന്നെയും നിങ്ങൾക്ക് വശമാകാനും വേണ്ടിയാണ് അള്ളാഹു ഇത് സജ്ജീകരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത്രയും വലിയ ഗംഭീരമായ സംവിധാനം, സൂര്യനെയും ചന്ദ്രനെയും അള്ളാഹു ഈ വിധത്തിൽ ക്രമീകരിച്ചു വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് വർഷങ്ങളുടെ കണക്കിന് വേണ്ടിയും ഗണനം നിങ്ങൾക്ക് സാധ്യമാകുന്നതിനും വേണ്ടിയുമാണെന്ന് പറഞ്ഞിട്ട് അതിനെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണോ മുസ്ലിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ചന്ദ്രനെ നിരീക്ഷിക്കുകയും അള്ളാഹുവിന്റെ ആയാത്തുകളെ പഠന വിധേയമാക്കുകയും ചെയ്യുന്ന പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കലണ്ടർ തയ്യാറാക്കുക എന്നത് ഇങ്ങനെ ഒരു കലണ്ടർ അല്ലാത്ത മറ്റൊരു കലണ്ടർ സാധ്യമല്ല. കാരണം ആ അവസാന നാള് കഴിഞ്ഞ മാസം അവസാനിക്കുകയാണ് കേട്ടോ എന്നത് ബോധ്യപ്പെടുത്താൻ വേണ്ടി അന്ന് അള്ളാഹു ചന്ദ്രനെ ഓഫാക്കിയിടുകയാണ്. ഓഫാക്കിയിട്ടാൽ ആർക്കെങ്കിലും അത് അറിയാതിരിക്കുമോ? അന്ന് ചന്ദ്രനെ കാണാനില്ല എന്ന ഒരവസ്ഥ രാത്രി ഉണ്ടെങ്കിൽ അതാർക്കാ മനസ്സിലാവാതിരിക്കുക? എല്ലാവരുടെയും ശ്രദ്ധയിൽ അത് പതിയും. അതിനെ തുടർന്നുള്ള അടുത്ത ദിവസം അടുത്ത മാസത്തിന്റെ തുടക്കമാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇതാണ് അതിനുള്ള സൂചന. ഇത് ഖുർആൻ നൽകുന്ന സൂചനയാണ്. പകലിന്റെ ആയത്തിനെ അള്ളാഹു ദൃശ്യതയുള്ളതാക്കി വെച്ചു എന്ന് പറയുമ്പോൾ സൂര്യൻ പൂർണ്ണമായിട്ടും എല്ലാ നാളിലും ദൃശ്യതയുള്ളതാണ്. രാവിന്റെ ആയത്തിനെ അള്ളാഹു അദൃശ്യമാക്കി എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും അദൃശ്യമല്ല എന്നത് മാനത്ത് നോക്കണ എല്ലാവർക്കും മനസ്സിലാകും. പക്ഷെ ഒരു ദിവസം മാത്രം അത് അദൃശ്യതയുള്ളതായി, പൂർണ്ണമായിട്ട് അദൃശ്യതയുള്ളതായിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അപ്പോ അതൊരു ഇൻഡിക്കേഷൻ ആണ്, ഒരു സൂചനയാണ്. ആ കറന്റ് മന്ത് അന്നത്തോടെ അവസാനിക്കുന്നു എന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ വിദ്യാഭ്യാസപരമായ ആ കാലഘട്ടത്തിലെ പിന്നോക്കാവസ്ഥ, അക്ഷരജ്ഞാനം ഇല്ലായിക, അതുപോലെ കണക്ക് കൂട്ടാൻ അറിയായിക ഒക്കെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞത് മാസം 2 വിധത്തിലാണ്. ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30. എന്നിട്ട് പറയുന്നത് ദൃശ്യത ഇല്ലാതായി കഴിഞ്ഞാൽ നിങ്ങൾ ആ ദിവസം തികയ്ക്കുക എന്നതല്ലേ പറഞ്ഞിട്ടുള്ളത്. ദൃശ്യത ഇല്ലാതായി കഴിഞ്ഞാൽ ആ മാസം ആ ദിവസം കൂടി അതിനോട് ചേർത്തുകൊണ്ട് തികയ്ക്കുക. 29-നാണ് ചന്ദ്രന്റെ അദൃശ്യത അനുഭവപ്പെടുന്നതെങ്കിൽ ആ 29-നോടെ ആ മാസം അവസാനിച്ചു. ഇനി 30-നാണ് ചന്ദ്രന്റെ അദൃശ്യത അനുഭവപ്പെടുന്നതെങ്കിൽ ആ 30 എന്നുള്ള ദിവസം അങ്ങ് പൂർത്തിയാക്കുന്നതോടുകൂടി ആ മാസം പൂർത്തീകരിച്ചു. ഈ കാര്യം നമ്മൾ പ്രകൃതിയിലേക്കൊന്ന് നോക്കാതെ മാത്രം ഈ അക്ഷരങ്ങളെ പിന്നാലെ പോകണമെന്ന് തന്നെ വാശി പിടിക്കുമ്പോഴാണ് നമുക്ക് അതിൽ തെറ്റ് സംഭവിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും സുപ്രധാനമായ ഒരു കാര്യമായിട്ട് എന്തുകൊണ്ടാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതിന് ശേഷം 8-9 വർഷങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നിട്ടും ചുരുങ്ങിയത് 10-30 തവണയെങ്കിലും ചന്ദ്രദർശനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നിട്ടും ഒരിക്കൽ പോലും ചന്ദ്രദർശനത്തിന് സന്ധ്യാനേരത്ത് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ നിരീക്ഷിക്കാൻ വേണ്ടി പോയതായിട്ട് ഒരു രേഖയും ഇല്ലാത്തത്? ഒരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞയച്ചതായിട്ട് എവിടെയും രേഖയില്ല. ഒരാളും അങ്ങനെ സന്ധ്യാനേരത്ത് അത് നിരീക്ഷിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് പറഞ്ഞതായിട്ടും രേഖയില്ല. ഇനി നോക്കട്ടെ, സന്ധ്യാനേരത്ത് നമുക്കൊരു നിർബന്ധ നിസ്കാരം ഉണ്ടല്ലോ. ഫർള് നിസ്കാരം നിർവഹിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ആവുക എന്നത് വളരെ പ്രാധാന്യമുള്ള കാര്യമായതുകൊണ്ടാണ് യുദ്ധവേളയില് പോലും 2 ജമാഅത്തായിട്ട് നിർവഹിക്കാൻ നിർദ്ദേശിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇമാമത്തില് 2
സംഘങ്ങളായിട്ട് ഒരേ സമയത്ത് നിസ്കാരം നടത്താൻ വേണ്ടി സ്വലാത്തുൽ ഖൗഫ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു കൂട്ടർ എണീറ്റ് നിൽക്കുമ്പോൾ മറ്റേ കൂട്ടർ സുജൂദ് പോകുന്ന ഒരവസ്ഥ, ആ രീതിയിൽ അതിനെ ക്രമീകരിച്ചുകൊണ്ട് ഒരൊറ്റ നിസ്കാരത്തില് രണ്ട് വിഭാഗം, ഒരു കൂട്ടർ എണീറ്റ് നിൽക്കുമ്പോൾ അവർ ആയുധങ്ങളുമായിട്ട് സജ്ജരായി നിൽക്കണം, അതുപോലെ സുജൂദ് പോകുന്ന കൂട്ടർ സുജൂദ് നിന്ന് എണീക്കുമ്പോൾ മറ്റൊരു സുജൂദ് പോകണം എന്ന വിധത്തില് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്തുകൊണ്ട് അത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ മഗ്‌രിബ് നഷ്ടപ്പെടുത്താതെ സന്ധ്യാവേളയിലെ ഈ ചന്ദ്രനെ നിരീക്ഷിക്കുക എന്നുള്ളത് സാധ്യമാണോ? അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ട് അവർക്ക് മഗ്‌രിബ് നിസ്കാരം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അവർ നബിയുടെ അടുക്കൽ വന്ന് പരാതി പറയാതിരിക്കുമോ? അപ്പൊ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാരമില്ല, നിങ്ങൾക്ക് ചന്ദ്ര നിരീക്ഷണം നടത്തി, അതും ഇബാദത്ത് തന്നെയാണ്, അതിനും കൂലിയുണ്ട് എന്നൊക്കെ അവരെ പറഞ്ഞ് ആശ്വസിപ്പിക്കാതെ ഇരിക്കുമോ? അങ്ങനെ ഒന്നും ചരിത്രത്തിൽ എവിടെയും കാണാനില്ല. അപ്പോ എവിടെയോ വെച്ച് ഇതില് നമുക്ക് ചുവട് പിഴച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ് അത് വ്യക്താക്കുന്ന ഒരു കാര്യം. വൈകുന്നേരം ചന്ദ്രനെ നിരീക്ഷിക്കുക എന്നൊരു സംഗതി, എന്നിട്ട് ആ ചന്ദ്രൻ എപ്പോഴോ ഉദിച്ചതാണ്, ആ ഉദിച്ച ചന്ദ്രൻ അസ്തമിക്കുന്നതിന്റെ തൊട്ട് മുമ്പുള്ള ഒരു ശോഭയാണ് നമ്മൾ കാണുന്നത്. എന്നിട്ട് അത് ഉദയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദിവസം നഷ്ടപ്പെടുത്തിയിട്ടാണ് നമ്മൾ അടുത്ത ദിവസം മുതൽ എന്ന് പറഞ്ഞാൽ 2-ാം തീയതി മുതൽ നോമ്പനുഷ്ഠിച്ചു തുടങ്ങുന്ന ഒരു രീതി നമ്മൾ നടപ്പിലാക്കുന്നത്. ഇത് തെറ്റായ മാനദണ്ഡാണ്, തെറ്റായ ഒരു രീതിയാണ്. ഖുർആനോടോ അല്ലെങ്കിൽ നമുക്ക് ലഭ്യമായ ഹദീസുകളോടോ ഒന്നും യോജിക്കുന്ന ഒരു സംഗതിയേ അല്ല. പാരമ്പര്യത്തിന്റെ പേരിലോ ചില അധികാര വടംവലിയുടെ പേരിലോ ഒക്കെ ഇസ്ലാമിക സമൂഹത്തിനെ ഈ തെറ്റായ രീതിയിൽ തളച്ചിടുകയാണ് ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന്റെ നേതാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് അത് സംബന്ധമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അപ്പോ ഈ കാര്യം വ്യക്തമായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. അപ്പൊ തീയതികൾക്കും കാലഗണനക്കും ഖുർആനിക അടിസ്ഥാനത്തിലുള്ള പ്രാധാന്യം എന്താണ് എന്നത് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ അത് സംബന്ധമായ വിശദാംശങ്ങളിലേക്ക് വേറെ പോകേണ്ടതില്ല. അപ്പോ ഇനിയും ചില ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച വിധത്തില് സമയപരിമിതി ഉള്ളത് കൊണ്ട് ഇപ്പൊ എന്താ ചെയ്യാം. ബാക്കി ചോദ്യങ്ങൾ മറ്റൊരു അവസരത്തിൽ നമുക്ക് പരിഗണിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോ ഈ കൈകാര്യം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ വിഷയങ്ങൾ വേണ്ട വിധത്തിൽ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടാകും എന്ന് വിചാരിക്കുകയാണ്. ഇതിൽ കൂടുതൽ ഈ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഗഹനമായിട്ട് പഠിപ്പിക്കുന്ന ഒരു സെഷൻ അതിനുവേണ്ടി തന്നെ സമയമെടുത്തുകൊണ്ട് വേണ്ടിവരും. ചില പുസ്തകങ്ങളൊക്കെ ഇത് സംബന്ധമായിട്ട് ലഭ്യമാണ്. അത് തൽക്കാലം ആവശ്യമുള്ളവർക്ക് അത് പ്രയോജനപ്പെടുത്താം എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.